ഇപ്പോൾ ഈ രാധയുടെ മകന് താൽക്കാലിക നിയമന ഉത്തരവ് സർക്കാർ കൈമാറിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ജോഷ്ല കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജോഷ്ല, മന്ത്രി വീട്ടിലെത്തി ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അതുമാത്രമല്ല, അവർ ഇന്നലെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നായിരുന്നല്ലോ ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ജോലി നൽകുക എന്നുള്ളത്. ഇപ്പോൾ അതിന്റെ ഉത്തരവും നിയമന ഉത്തരവ് കൂടി കൈമാറിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും മനു, രാധയുടെ മകന് നിയമന ഉത്തരവ് കൂടി കൈമാറിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട മറ്റ് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് പിന്നീട് കൈമാറാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബേസ് ക്യാമ്പിലാണ് ഇപ്പോൾ മന്ത്രി ഉള്ളത്. മന്ത്രി ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ ചർച്ച നടത്തുകയാണ് എന്നാണ് കരുതുന്നത്. ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നതേ ഉള്ളൂ. എന്തായാലും രാധയുടെ വീട്ടിൽ കുടുംബം മൊത്തം ഏറ്റവും സൗഹാർദ്ദപരമായി തന്നെയാണ് മന്ത്രിയോട് പെരുമാറിയിട്ടുള്ളത്. അവിടെ പുറത്ത് കണ്ട കുറച്ചു പേരുടെ സംഘർഷം ഇതൊന്നും തന്നെ ആ കുടുംബത്തിനും അതുപോലെ തന്നെ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകളെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഉന്നയിച്ചത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഏറ്റവും സൗഹാർദ്ദപരമായി തന്നെയായിരുന്നു മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചതും. ഇത്തരത്തിൽ ഒരു ഏറ്റവും വലിയ ഇവരുടെ തന്നെ നേരത്തെ പ്രതിഷേധമുയർത്തിയ ആളുകളുടെ തന്നെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് രാധയുടെ കുടുംബത്തിന് കുടുംബത്തിൽ ആർക്കെങ്കിലും ജോലി എന്നുള്ളതായിരുന്നു. അത് ഇന്നലെ തന്നെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുത്താണ്. അത് ADM വിശദീകരിച്ചതുമാണ്. രാധയുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഫെബ്രുവരി 1 മുതൽ ജോലി നൽകും എന്നുള്ളത്. നിയമനം പിന്നീട് സ്ഥിരമാക്കാനുള്ള കാര്യങ്ങൾ മന്ത്രി AK ശശീന്ദ്രനുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും എന്നുള്ള കാര്യവും ഒക്കെ തന്നെ ഇന്നലെ ADM വിശദീകരണമെല്ലാം കേട്ട ശേഷമാണ് ഇവിടെ നിന്നും ഞാനിപ്പോഴുള്ള ഈ ഒരു സ്ഥലത്ത് നിന്നും നാട്ടുകാർ സർവകക്ഷി യോഗത്തിന് ശേഷം ഇന്നലെ പിരിഞ്ഞു പോയത്. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക്, അതായത് രാധയുടെ വീട് മന്ത്രി AK ശശീന്ദ്രൻ സന്ദർശിക്കുന്ന സമയത്ത് വീണ്ടും പ്രശ്നങ്ങളുമായി മുന്നോട്ട് കുറച്ച് പേർ വന്നിരിക്കുന്നത്. ഒരു ഏകദേശം 15-20 പേരുണ്ടാകും. അതല്ലാതെ നാട്ടുകാർ മൊത്തമായി ആ ഒരു സംഘർഷ സ്ഥലത്ത് അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും മന്ത്രി AK ശശീന്ദ്രൻ ഇപ്പോൾ ബേസ് ക്യാമ്പിലാണ് ഉള്ളത്. ബേസ് ക്യാമ്പ് ഗസ്റ്റ് ഹൗസിൽ ആണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം മന്ത്രി പുറത്തു വന്നാൽ മറ്റു കാര്യങ്ങൾ കൂടി സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മനു. ശരി ജോഷ്ല, ഏതായാലും നമുക്ക് പിന്നീട് ജോഷ്ലയോട് സംസാരിക്കാം. ഏതായാലും ഇപ്പോൾ രാധയുടെ മകന് താൽക്കാലിക നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നു എന്നതാണ് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു ആശ്വാസകരമായ കാര്യം തന്നെയാണ്. കാരണം ആ കുടുംബത്തിന് ഒരു ആശ്വാസമാകും അത്തരത്തിലൊരു ജോലി കിട്ടുമ്പോൾ. ഇന്നലെ നടന്ന ചർച്ചയിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നും അത് തന്നെയായിരുന്നു. അതിപ്പോൾ നടപ്പിലാക്കി കൊടുത്തിരിക്കുന്നു എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഈ പറഞ്ഞതുപോലെ കടുവ ആക്രമണം ഉണ്ടാകുന്നു, വളരെ വേഗത്തിൽ അതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുന്നു, കടുവയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നാട്ടുകാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിനിടയിലാണ് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുമായി ചില ആളുകൾ, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇറങ്ങി വരുന്നത്. അത് വലിയ ആശങ്ക ഈ ഘട്ടത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ കടുവയെ പിടികൂടാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കൂടി പോകേണ്ടി വരുന്നത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യം വസ്തുതയാണ്. ഏതായാലും മന്ത്രി ആ വീട് സന്ദർശിച്ച് അവരുടെ കുടുംബത്തോട് സംസാരിച്ചു, ആ നിയമന ഉത്തരവ് കൈമാറി, അവരുടെ ദുഃഖങ്ങൾ കേട്ടു, അവരോട് മറുപടിയൊക്കെ പറഞ്ഞ് അവിടെ ഒന്ന് തിരിച്ചു വന്ന് ഇപ്പോൾ ബേസ് ക്യാമ്പിലാണുള്ളത്. ബേസ് ക്യാമ്പിൽ അവിടെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ ഈ ചർച്ചകൾക്ക് ശേഷം ഒരുപക്ഷെ പുറത്തിറങ്ങി അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നേരെ മാനന്തവാടിയിലെ ഹോസ്പിറ്റലിലേക്ക് പോകും. അവിടെ ചികിത്സയിൽ കഴിയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ ജയസൂര്യയെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഈ കടുവ ദൗത്യത്തിനിടെ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റാണ് ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മന്ത്രി അവിടെ എത്തി അദ്ദേഹത്തെ കാണുകയും ചെയ്യും. വിവരങ്ങളാണ് ജോഷ്ലയും ഒപ്പം തന്നെ അനൂപും നമുക്ക് നൽകിയത്.